ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഭാഗ്യശാലിയെ തേടി കേരളം. ബമ്പർ അടിച്ചത് കാഞ്ഞിരപ്പള്ളി സ്വദേശിക്ക് തന്നെയെന്ന നിഗമനത്തിലാണ് ലോട്ടറി ഏജന്റ് എ സുധീക്. ശബരിമല തീർത്ഥാടന കാലമായതിനാൽ ഇതര സംസ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെയുള്ളവർ ടിക്കറ്റ് എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഷബാസ് അഹമ്മദ് ഉണ്ട് വിവരങ്ങളുമായി. ഷബാസ്, ഗുഡ് മോർണിംഗ്. ആർക്കാണ് ബമ്പർ അടിച്ചത് എന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് കേരളം ഒന്നാകെ. എന്താണ് ഈ ലോട്ടറി ഏജന്റിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള നിഗമനങ്ങൾ? ഗുഡ് മോർണിംഗ് ഹരിപ്രിയ, ആര്യ. ഈ കാഞ്ഞിരപ്പള്ളി ആകെ ഈ ലോട്ടറി അടിച്ച ഭാഗ്യവാനെ തേടി നടക്കുകയാണ്. ക്രിസ്മസ് പുതുവത്സര ബമ്പർ അടിച്ച 20 കോടി നേടിയ ആ ഭാഗ്യവാൻ ആരാണെന്ന കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കാഞ്ഞിരപ്പള്ളി ആകെ തേടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി സ്വദേശിക്ക് തന്നെയാണ് ടിക്കറ്റ് വിറ്റത് എന്നൊരു നിഗമനമാണ് ഈ ലോട്ടറി ഏജന്റായ സുധീക് പറയുന്നത്. ചിറക്കടവ് ഇടഭാഗം ഭാഗത്തുള്ള ഈ സുധീക്കിന്റെ ന്യൂ ലക്കി ഏജൻസീസ് എന്ന ഈ ലോട്ടറി കടയിൽ നിന്നാണ് ടിക്കറ്റ് വിട്ടത്. ഈ കട ഒരു മൊത്ത ചില്ലറ വ്യാപാര കടയാണ്. ഈ ചില്ലറ വ്യാപാരികൾക്ക് കൊടുത്തതിന് ശേഷമുള്ള ടിക്കറ്റാണ് ഏകദേശം 5000-ഓളം ടിക്കറ്റ് ഈ സുധീക്കിന്റെ കടയിൽ വിറ്റത്. സുധീക്ക് പറയുന്നത് പ്രകാരം കാഞ്ഞിരപ്പള്ളി സ്വദേശിക്ക് തന്നെയാകാം ആ ഭാഗ്യം അടിച്ചത് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ശബരിമല തീർത്ഥാടന സമയമാണ്. ആ സമയമായതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനത്ത് വന്നവരടക്കം ഇതര സംസ്ഥാന തൊഴിലാളികളോ അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടകരോ അടക്കം ഈ ടിക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. അവരിൽ ആരെങ്കിലും ആണോ ഇതിന് അർഹരായവർ എന്ന കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നാടാകെ ഈ ഭാഗ്യവാനെ തേടി നടക്കുകയാണ്. 20 കോടി അടിച്ചത് ആർക്കാണെന്നത് ഇപ്പോഴും വെളിവായിട്ടില്ല. ഇന്നും നാളെയും ഒക്കെ ബാങ്ക് അവധിയാണ്. അതുകൊണ്ട് ഇനി ഭാഗ്യവാനെ അറിയാനായി 2 ദിവസം കാത്തിരിക്കേണ്ടി വരുമോ എന്നൊരു ആശങ്കയും ഈ ലോട്ടറി കടക്കാരൻ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ കാഞ്ഞിരപ്പള്ളിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്നുകൂടി നോട്ട് ചെയ്യണം. XC13845 എന്ന നമ്പറിനാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ 20 കോടി അടിച്ചത്. ഈ ഭാഗ്യശാലി ആരാണെന്ന കാര്യം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. യെസ്, ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ അടിച്ച ഭാഗ്യശാലിയെ 20 കോടി അടിച്ച ഭാഗ്യശാലിയെ തേടുകയാണ് കേരളം ഒന്നാകെ. ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.